രേണുസുതി തനിക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞതിന് ശേഷം രേണുസുതി പറഞ്ഞൊരു കാര്യം, ഇനി തന്നെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേയൊക്കെ കുറച്ച് നാൾ അതെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഒരു കിച്ചുവിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം പിന്നെയും പഴയ പോലെ തന്നെ രേണുവിനെതിരെ കുറേയധികം പേര് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് രേണുവിനെതിരെ മെയിനായിട്ട് ആരോപണമായിട്ട് വെക്കുന്നത് ഈ ഒരു രേണുവിന് ക്യാൻസറൊന്നുമില്ല. കുറേയധികം പേര് പറയുവാണ് ഇതേ കണക്ക് രേണു ഉണ്ടെങ്കിൽ പറയുന്നതെല്ലാം കള്ളമാണ്, ഇങ്ങനെ ക്യാൻസറൊക്കെ അതും തേർഡോ ഫോർത്തോ സ്റ്റേജാണെന്നാണ് പറയുന്നത്. എന്നിട്ടും ഇതേ കണക്ക് എണീറ്റിരുന്ന് ഇതുപോലത്തുള്ള വീഡിയോ ചെയ്യുക, കിച്ചുവിനെതിരെ സംസാരിക്കുക, ഇതിനൊന്നും കുഴപ്പമില്ല. രേണു ചുമ്മാ കള്ളം പറയുകയാണ്, അതിൻ്റെ പേരിൽ പൈസ പിരിക്കാനൊക്കെ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണങ്ങൾ കുറേയധികം പേര് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ടാണ് രേണുസുതിയും രേണുവിൻ്റെ സഹോദരിയും വന്നേക്കുന്നത്. അവരടച്ച ബില്ലും കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ ഡോക്യുമെൻറ്റ്സ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഇതേ കണക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല, യഥാർത്ഥത്തിൽ അസുഖം തന്നെയാണ്. പിന്നെ എപ്പോഴും അസുഖമാണെന്ന് പറഞ്ഞ് വിഷമിച്ച് കിടക്കാനോ അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് എണീക്കാതിരിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. ഞാനുണ്ടെങ്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ വേദനകളൊന്നും കാണിക്കാറില്ലെന്നേ ഉള്ളൂ. അതിന് അർത്ഥമുണ്ടെങ്കിൽ ഞാൻ വേദനയൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് രോഗമില്ല എന്നല്ല എന്നുള്ള രീതിയിലാണ് രേണുവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.